നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാത്ത, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഒരു ഹെർമിറ്റ് മോഡിൽ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ആയിട്ടില്ലെങ്കിൽ അതിലായിരിക്കണം, പൂർണ്ണമായിട്ടും ഒരു തരത്തിലും ഡിസ്ട്രാക്റ്റഡ് ആകാതെ ആ ഒരു എനർജിയിലായിരിക്കണം എന്നാണ് കാണുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മുൻപ് ഈ ഒരു സാമ്പത്തികം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലുകൾ, ഒക്കെ സഹായം വേണ്ടുന്നപ്പോൾ സഹായം ലഭിക്കാത്ത അവസ്ഥ, അപ്പോഴൊക്കെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, ആ വേദനകളിൽ നിന്നുണ്ടായ മുറിവുകൾ, വിഷമങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഹീലാകണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എത്ര ഫോക്കസ് ചെയ്ത് എത്ര നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആക്ഷൻസ് എടുത്താലും ആ ഒരു ഡിലേ അത് നടക്കുന്നതിന് കാലതാമസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഹീലിംഗ് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഈ പൈസ നഷ്ടപ്പെടുമോ, ഇത് ഉപകാരപ്പെടാണ്ട് പോവും, അങ്ങനത്തെ ഒരു പേടിയാണ്. കാരണം മുൻപ് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എപ്പോഴും അങ്ങനെയല്ല. ആ ഭയം ഒക്കെ അത് കഴിഞ്ഞു പോയതാണ്, അത് എപ്പോഴും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉള്ളിൽ വരണം. അത് വരണമെങ്കിൽ നിങ്ങൾ ആ ഒരു കഴിഞ്ഞു പോയ കാലത്ത് നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആകണം. എൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയരാണ്, അതായത് പൈസ കൂടുതൽ വരുമ്പോൾ ഇനിയും എൻ്റെ പൈസ വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വേണം. ഓക്കെ, എനിക്ക് പൈസ കൂടുതൽ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്, എൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയരാണ് എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ അത് ഓട്ടോമാറ്റിക്കലി വരണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ചിലവാക്കുമ്പോൾ ഒരു ഭയം, അല്ലെങ്കിൽ പൈസ കൂടുതൽ കയ്യിൽ വരുമ്പോൾ ഒരു ഭയം, അതൊക്കെ മാറി പൈസ കൂടുതൽ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് വരിക. പൈസ ചിലവാക്കുമ്പോൾ സന്തോഷത്തോടെ ചിലവാക്കുക. കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ചിലവാക്കിയതിന് 10 ഇരട്ടി നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരണം. അതിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടല്ലോ, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ പ്രധാനമായും എടുക്കേണ്ട ആക്ഷൻ അതാണ്. നിങ്ങളുടെ ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങളെ ഈ സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ, കഷ്ടപ്പാടുകൾ, അതിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള മുറിവുകൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീലാകുക. അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീലാകുക, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഒരു ലാക്ക് മൈൻഡ് സെറ്റ്, അതിൽ നിന്നും നിങ്ങൾ മാറി ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. ഓക്കെ, അതാണ് നിങ്ങൾ എടുക്കേണ്ട പ്രധാന ആക്ഷൻ. നിങ്ങൾ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ, നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും.